ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാൽ. ഇപ്പം സമയം 5:39 സാധാരണ അത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിന് മാത്രം എടുത്താണ്. സോ ലെറ്റ്സ് ഗോ. ഞാനിപ്പം നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. അവിടെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടുണ്ടാവും. ഞങ്ങളുടെ റോഡിലുള്ള എല്ലാ ബസ്സും ഇവിടെയാണ് നിർത്തിയിടുന്നത് രാത്രി. ഇത് പെരുന്നാളൊക്കെ ആവാറായതുകൊണ്ട് പള്ളിയൊക്കെ നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ നടത്തം അവസാനിപ്പിച്ചു. 6:30 ഗൈസ്. ഞാൻ നടന്നു കഴിഞ്ഞ് വന്ന് വീണ്ടും കിടന്നുറങ്ങിപ്പോയി ഗൈസ്. ഇപ്പോൾ സമയം 10 മണി ഏകദേശം. ശരിക്കും ഇപ്പോഴാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഗൈസ്, ഞാൻ എണീറ്റ് എനിക്ക് 10 മണിയായിട്ടുണ്ട്. ഇത്രയും ലേറ്റ് ആവാറില്ല സാധാരണ ദിവസങ്ങളിൽ, പക്ഷേ ഇന്നിങ്ങനെ ആയിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് ഗൈസ്. ഭയങ്കര ചൂടാണ് ഇപ്പോൾ പാലക്കാട്. 11 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇറങ്ങാം, നമ്മൾ കരിഞ്ഞു പോകും പുറത്തോട്ട് ഇറങ്ങിയാൽ. ഓക്കെ, ഞാനപ്പോൾ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യട്ടെ പോയിട്ട്. നമുക്ക് ചായ കുടിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് സ്കിൻ കെയർ ചെയ്യാം ഗൈസ്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. അതാണ് എൻ്റെ സ്കിൻ കെയർ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ ആണ്. ഞാൻ റീസെൻ്റായിട്ട് അത് വാങ്ങിയത്. പക്ഷേ അടിപൊളി മോയ്സ്ചറൈസർ. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മോയ്സ്ചറൈസറും പറ്റാറില്ല. പക്ഷേ ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കൊളാബൊന്നുമല്ല, കാരണം എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഒന്നുമില്ല. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ചായ കുടിക്കാം. ഗൈസ്, എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കാണുന്ന ഫ്രെയിംസും എല്ലാം ഭയങ്കര മിഡിൽ ക്ലാസ് എസ്തറ്റിക്സ് ആയിരിക്കും. നിങ്ങൾ യൂഷ്വലി കാണുന്ന വ്ളോഗിലുള്ള ഭയങ്കര ഫ്ലോലെസ് എസ്തറ്റിക് കിച്ചണും ഫ്രെയിംസും ആയിരിക്കില്ല. ഞാനപ്പോൾ കോഫിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ദോശ ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ദോശ ഉണ്ടാക്കിയത് അങ്ങ് ശരിയായില്ല ഗൈസ്, കുറച്ച് കുളമായി. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്ന് പുറത്ത് പോകണം ഗൈസ്. ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ടൗണിലേക്ക് പോവാണ്. ഈ ഷോപ്പിലാണ് ഗൈസ് ഞാൻ പൊതുവെ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുള്ളത്. നമ്മൾ പറഞ്ഞ അതുപോലെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത സ്റ്റിച്ചിങ്. പുറത്ത് നല്ല ചൂടായിരുന്നുകൊണ്ട് തന്നെ വന്നപ്പോൾ ഭയങ്കര ദാഹിച്ചിട്ടാണ് വന്നപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മോരെടുത്ത് കുടിക്കുകയാണിപ്പോൾ. നല്ല ദാഹമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു മോരിനൊക്കെ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നിപ്പോൾ. ഗൈസ്, നമ്മളപ്പോൾ മോരൊക്കെ കുടിച്ചിട്ട് ചെടി നനയ്ക്കാൻ വന്നിരിക്കുകയാണ്. ഈ വെയിൽ ചൂടൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വാടിയിരിക്കുക ചെടികളെല്ലാം.
ഗൈസ് എനിക്ക് ക്ലിനിക്കിൽ പോകാൻ ടൈമായി. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ തേച്ച് ഇനി റെഡി ആവട്ടെ. അപ്പം നമുക്കിനി ക്ലിനിക്ക് എത്തിയിട്ട് കാണാം. അപ്പോൾ ക്ലിനിക്കിൽ പോകാൻ നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് മെല്ലെ ക്ലിനിക്കിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ക്ലിനിക്ക് എത്തി ഗൈസ്. 3 to 6 എൻ്റെ അടുത്ത ടൈമിങ്. 6 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകും. ഏകദേശം 2:30 ആകുമ്പോഴേക്കും ഞാൻ ക്ലിനിക്ക് എത്തും കേട്ടോ. സമയം ഇപ്പോൾ 6 മണിയായി. അപ്പം ഞാൻ ക്ലിനിക്കൊക്കെ അടച്ച് ഇനി വീട്ടിൽ പോട്ടെ. അവിടെ പോയിട്ട് കാണാം. ഇന്ന് ഉച്ചവരെ ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ച് മഴ പെയ്യുന്ന പോലത്തെ ഒരു കാലാവസ്ഥയായി. ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഞാനും അമ്മയും എപ്പോഴും ഒരുമിച്ചാട്ടോ വരുന്നത്. അമ്മയും വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം ഏകദേശം 6 മണിയാവും. അപ്പം ഞാനും അമ്മ എപ്പോഴും ഒരുമിച്ചാണ് വരുന്നത്. 6 മണിയൊക്കെ ആയതുകൊണ്ട് അമ്മമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ പുതിയ മീൻ വാങ്ങിച്ചു. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി അവൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരാളുണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓറിയാണ്. നമ്മളെ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന് ആദ്യം മൈൻഡ് ചെയ്യേണ്ട ആൾ ഓറിയാണ്. അല്ലാതെ വേറെ ഒന്നിനും സമ്മതിക്കില്ല. ആദ്യം അവനെ മൈൻഡ് ചെയ്ത് ഒന്ന് സ്നേഹിച്ച് കഴിഞ്ഞാലേ അവന് സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ ശല്യം ചെയ്യില്ല. ഇത് നമ്മുടെ വീട്ടിലെ മുല്ലച്ചെടിയാണ്. ഇപ്പോൾ സീസണൊക്കെ ആയതുകൊണ്ട് എന്നും ഇങ്ങനെ പൂക്കാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ നൈറ്റ് ഫുഡ് കഴിച്ച് പോയി കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.